ഹായ് ഡിയേഴ്സ്. ക്രിറ്റിസിസം, വിമർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും അവ നമ്മളെ വേദനിപ്പിക്കാം, നമ്മുടെ ആത്മവിശ്വാസം തകർക്കാനും ശ്രമിക്കാം. പക്ഷെ സക്സസ്ഫുൾ ആയ ആളുകൾ വിമർശനങ്ങളെ തടസ്സമാക്കുന്നില്ല എന്നുള്ളതാണ്. അവർ അവരെ വളരെ ശക്തിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രിറ്റിസിസത്തിന്റെയും മുമ്പിൽ ഓരോ പാഠമുണ്ട്. ആ പാഠം നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാവണം. മറ്റുള്ളവർ പറയുമ്പോൾ ആ വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ തളരാതെ ഞാൻ ഇതിൽ നന്നായിട്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കണം. വിമർശനങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കണം. ക്രിറ്റിസിസം നമ്മളെ ഡിഫൈൻ ചെയ്യില്ല. നമ്മൾ അതിന് നൽകുന്ന റിയാക്ഷൻ ആണ് മക്കളെ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ക്രിറ്റിസിസം ഇൻസ്പിറേഷൻ ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് കറക്റ്റായിട്ടുള്ള ഒരു സക്സസിലേക്ക് പൂർണ്ണമായും എത്തപ്പെടുന്നത്. എങ്ങനെയാ? വിമർശനം നമ്മളെ ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുത്ത് അതിനെ നമ്മൾ തിരുത്തപ്പെട്ട് അതിനെ സക്സസിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്? നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയി മാറുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കുറച്ചും കൂടെ ക്ലിയർ പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ടീച്ചേഴ്സോ ഒക്കെ നിങ്ങളെ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറ്റപ്പെടുത്താം. ഏത് സമയം കുറെ നാൾ എത്ര തവണയായി നിന്നോട് പറഞ്ഞിട്ട് നീ എന്താ അനുസരിക്കാത്തത്, അങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ തളരുന്നതിന് പകരം നിങ്ങളൊന്നും ആലോചിക്കണം. വൈ? എന്ത് ചോദിക്കേണ്ട? വൈ? നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വൈ. അതിമനോഹരമായ ഒരു ചോദ്യമാണ്. എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ പറയുന്നത്? എന്താണ് എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക്? ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മക്കളെ അവിടെ വെച്ച് നിങ്ങൾ തിരുത്തപ്പെടുക. അവിടുന്ന് തിരുത്തിയിട്ട് നിങ്ങൾ അവിടുന്ന് താഴോട്ട് പോകാനല്ല ടീച്ചർ പറയുന്നത്. അവിടുന്ന് തിരുത്തിയിട്ട് അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ റീവയർ ചെയ്ത് നിങ്ങൾ തിരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോസിറ്റീവായിട്ട് മാറണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഈ ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ നിങ്ങൾ തിരുത്തി പറയണം. നിങ്ങളെ വിമർശിച്ച ഓരോരുത്തരെ കൊണ്ട് നിങ്ങൾ തിരുത്തി പറയണം. ഇപ്പൊ നല്ല സൂപ്പറാക്കി ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ നീ എല്ലാം സൂപ്പർ ആയല്ലോ മുത്തേ എന്ന് നിങ്ങളെ കുറിച്ച് പറയണം. നിങ്ങളെ കുറിച്ച് എന്താണോ നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ തിരുത്തിയിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അവിടെയാണ് നിങ്ങളുടെ സക്സസ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഓരോരോ ഡെയിലി ഞാൻ നിങ്ങൾക്ക് ഓരോ മോട്ടിവേഷൻ അല്ല, ഇത് ശരിക്കും റിയാലിറ്റിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മോട്ടിവേഷൻ ഓൾവേസ് നിങ്ങൾ ഈ ചെവിയിലൊക്കെ ഇട്ട് ഈ ചെവിയിലൂടെ വിടും. അങ്ങനെ വിടാനുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരം ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.